ഹലോ, അസ്സലാമു അലൈക്കും. മിനൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നാടൻ വിഭവമായിട്ടാണ്. ഇത് പണ്ട് നമ്മളുടെ ഉമ്മച്ചിമാരൊക്കെ ഉണ്ടാക്കി തന്നിട്ടുള്ള റെസിപ്പിയാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു കപ്പ് തേങ്ങ, ഗോതമ്പ് പൊടി 2.5 കപ്പ്, നെയ്യ് ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്, ഇത്ര മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. ഇനി ഒരു പാത്രത്തിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. 2.5 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ആവശ്യത്തിന് ഉപ്പിടുക. ആവശ്യത്തിന് വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇത് നല്ല തിക്കായിട്ട് കുഴക്കും വേണ്ട, ഒരു ലൂസ് പരുവത്തിൽ നമുക്ക് കൈ വെച്ചിട്ട് പരത്താവുന്ന രീതിയിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. കുറച്ച് വെള്ളത്തോട് കൂടി തന്നെ ഇതാ ഇപ്പോൾ ഏകദേശം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി നമുക്ക് ഒരു ഇരുമ്പ് ചട്ടി ചൂടാക്കാൻ വെക്കാം. ഇരുമ്പ് ചട്ടി ഇല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് ആയാലും കുഴപ്പമൊന്നുമില്ല. ഇരുമ്പ് ചട്ടിയിൽ ചുടുമ്പോൾ അതിൻ്റെതായ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. ഇനി നമുക്ക് ആവശ്യമുള്ള നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്യ് എത്ര യൂസ് ചെയ്യണോ അത്രയും ടേസ്റ്റി ആയിരിക്കും. ഇനിയിപ്പോൾ ഇതുപോലെ ഓരോ ഉരുളകൾ എടുത്തിട്ട് നമ്മൾക്ക് ചട്ടിയിൽ പരത്തി കൊടുക്കാം. എന്നിട്ട് നമ്മുടെ കൈ ഇടയ്ക്ക് പച്ചവെള്ളത്തിലൊന്ന് മുക്കിയിട്ട് വേണം ഇതിങ്ങനെ പരത്തി കൊടുക്കണം. ഇത് ഞാൻ നോർമൽ വേർഷനാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സ്വീറ്റ് ആയിട്ടുള്ളതുകൊണ്ട് അതിന് വേണമെങ്കിൽ കുറച്ച് ജാഗിരിയോ അല്ലെങ്കിൽ ചിലവർ പഴമായിട്ടും ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ സാധാരണ വെറും ഗോതമ്പ് പൊടി വെച്ചിട്ട് മാത്രമേ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റി തന്നെയാണ്. ഇപ്പോൾ ഇതുപോലെ നമുക്ക് പരത്തിയെടുക്കാം. നാട്ടിലാണെങ്കിൽ നമുക്ക് ഇലയിൽ വാഴൻ്റെ ഇലയിലോ അല്ലെങ്കിൽ അപ്പം ഉണ്ടാക്കുന്ന ഇലയിൽ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ പരത്തിയിട്ട് നേരെ ചട്ടിയിലേക്ക് വെച്ചാൽ മതി. ഇവിടെ ഇപ്പോൾ ഇല ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ചട്ടിയിലോട്ട് ചെയ്തിട്ടുള്ളത്. ചെറിയ തീ ആവശ്യമുള്ളൂ അതിൽ, അല്ലെങ്കിൽ ഉള്ളു വേവില്ല. അപ്പോൾ ചെറിയ തീയിലിട്ട് നമുക്കിങ്ങനെ വേവിച്ചെടുക്കണം. ഇനി ഏകദേശം അടിഭാഗം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ മുകളിലൂടെയും കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് കഴിഞ്ഞ് മറിച്ചിടാം. ഇപ്പോൾ ഇത് അതുപോലെ ആയിട്ടുണ്ട്. ഇതൊന്നും കൂടെ ആവണം. ഇനി നമുക്ക് ഇതൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടി നമുക്ക് മറിച്ചിടാം. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മളെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഗോതമ്പ് അട തയ്യാറായിട്ടുണ്ട്. ഇതിന് പല സ്ഥലത്തും പല പേരാണ് പറയുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഗോതമ്പ് അട എന്നാണ് പറയുന്നത്. ഇനി ചൂടോടെ ഒരു കട്ടൻ ചായയുടെ കൂടെ ഇത് കഴിച്ചാലുണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ റെസിപ്പി. കുറഞ്ഞ ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ കമൻസ് എന്നെ അറിയിക്കണേ. നിങ്ങളെല്ലാവരും എനിക്ക് സപ്പോർട്ട് തരണേ. ഇനി മറ്റൊരു റെസിപ്പിയുമായി വരുന്നത് വരെ താങ്ക് യു സോ മച്ച്. അസ്സലാമു അലൈക്കും.